നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നാപ്പോളിയുടെ കാര്യം പറഞ്ഞേക്കാം. അതിനുശേഷം ബയൺ മ്യൂണിക്ക് അപ്ഡേറ്റ് പറഞ്ഞേക്കാം. നാപ്പോളിയുടെ കാര്യം പറയാനായിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ വാൾട്ടർ മസേരി അങ്ങനെ സാക്ക് ആയിരിക്കുകയാണ്. നവംബറിലാണ് ആള് റൂഡി ഗാർഷ്യയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു 7 മന്ത് കോൺട്രാക്റ്റിൽ നാപ്പോളി സൈൻ ചെയ്തത്. പക്ഷെ ഇപ്പം അദ്ദേഹം സാക്ക് ആയിരിക്കുകയാണ്. ബാർസലോണയുടെ അഗെയിൻസ്റ്റ് ഉള്ള ചാമ്പ്യൻസ് ലീഗ് മാച്ചിന് 48 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ പകരക്കാരനായി വരിക ഫ്രാൻസെസ്കോ കൾസോണയാണ്. ആളിപ്പം സ്ലോവേക്കിയ നാഷണൽ ടീമിന്റെ കോച്ചാണ്. ആൾ ഈ നാപ്പോളി ഹെഡ് കോച്ചായിട്ടും അതുപോലെ തന്നെ സ്ലോവേക്കിയ നാഷണൽ ടീമിന്റെ കോച്ചായിട്ടും തുടരുക ചെയ്യും. ഈ സീസൺ എൻഡ് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുക നാപ്പോളി കോച്ചായിട്ട്. സോ കൾസോണയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ആള് സ്ലോവേക്കിയയുടെ നാഷണൽ ടീം ജോബ് 2022 ഏറ്റെടുക്കുന്നത്. സോ ആളെ യൂറോസിലോട്ട് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് സ്ലോവേക്കിയനെ. ആളുടെ 4-3-3 അറ്റാക്കിംഗ് ഫോർമേഷൻ സ്റ്റൈൽ ഓഫ് പ്ലേ റിയലി സൂപ്പർബാണ്. സ്പാലേറ്റി ആയിട്ടൊക്കെ കുറച്ച് സാമ്യമുണ്ട് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ. പിന്നെ മൊറീസിയോ സാറിയുടെ കുറെ ടാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ പുള്ളിയുടെ സിസ്റ്റത്തിൽ കാണാം. ആള് എങ്ങനെയാണെന്ന് വെച്ചാൽ ആള് 2015 തൊട്ട് 18 വരെ കൾസോനെ ഈ നാപ്പോളിയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു അണ്ടർ മൊറീസിയോ സാറി. നമുക്കറിയാം ആ ഒരു നാപ്പോളി ടീം എന്തുമാത്രം പ്രൈസ് കിട്ടിയതാണെന്നുള്ള രീതിയിൽ. കൂടാതെ 2021-22 സീസണിലും സ്പാലേറ്റിയുടെ ഫസ്റ്റ് ഇയർ കമ്മിങ് ടു നാപ്പോളി ആ ഇയറിലും അസിസ്റ്റന്റ് കോച്ചായിരുന്നു നാപ്പോളിയുടെ. 2022 ആള് സ്ലോവേക്കിയയുടെ നാഷണൽ ടീം ഓഫർ വന്നപ്പോൾ അത് ഏറ്റെടുക്കുമായിരുന്നു. ആൾ ആസ് എ പ്ലെയർ വലിയ സക്സസ്ഫുൾ ഒന്നും അല്ലായിരുന്നു. ആള് മിഡ്ഫീൽഡർ ആയിരുന്നു. ആസ് എ പ്ലെയർ സിറിയയിലെ സെക്കൻഡ് ഡിവിഷനിലെങ്ങാണ്ട് 4-5 മാച്ച് അങ്ങനെ എങ്ങാണ്ട് ആള് കളിച്ചിട്ടുള്ളൂ. അത് ആസ് എ പ്ലെയർ ഹി വാസ് നോട്ട് സച്ച് എ ബിഗ് തിങ്. ബട്ട് ആസ് എ കോച്ച് ആണ് പുള്ളി അസിസ്റ്റന്റ് ആയിട്ട് ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലോവേക്കിയ നാഷണൽ ടീമിന്റെ ജോബാണ് പുള്ളിയുടെ ഹെഡ് കോച്ചായിട്ട് ഫസ്റ്റ് വരുന്നത്. ഇപ്പം നാപ്പോളിനെ കിട്ടിയിരിക്കുകയാണ്. വാൾട്ടർ മസേരയുടെ കാര്യം ഓൾമോസ്റ്റ് എക്സ്പെക്ടഡ് ആയിരുന്നു. കാരണം 12 മാച്ചസിൽ നിന്ന് 15 പോയിന്റ്സ് മാത്രമേ പുള്ളിയുടെ അണ്ടർ ലീഗിൽ നേടാൻ സാധിച്ചുള്ളൂ. അതേസമയത്ത് അപ്പുറത്ത് റൂഡി ഗാർഷ്യയുടെ അണ്ടർ 12 കളിയിൽ നിന്നും 21 പോയിന്റ് നേടാനായിട്ട് നാപ്പോളിക്ക് സാധിച്ചു. പെർഫോമൻസ് ഓവറോൾ ഡൗൺ ആയി. ടോപ്പ് ഫസ്റ്റ് സ്പോട്ടിൽ നിൽക്കുന്ന ഇന്റർ മിലാനുമായിട്ട് 27 പോയിന്റ് ഗ്യാപ്സ്. ടോപ്പ് 4 റേസിൽ നിന്ന് ഓൾമോസ്റ്റ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. 9 പോയിന്റ് ഗ്യാപ്പ് അറ്റ്ലാന്റയും കാഗ്ലറിയും ആയിട്ടുണ്ട്. ഓവറോള് അറ്റ്ലാന്റയും ബൊളോഗ്നയായിട്ട് 9 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. സോറി ഫോർ ദാറ്റ് സൗണ്ട്, ചെറിയ സൗണ്ട്. അതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് ടോപ്പ് 4 റേസിൽ നിന്നും നാപ്പോളി ഇപ്പോൾ ഔട്ടാണ്. അതിനകത്ത് തന്നെ ഒരു സാക്ക് എക്സ്പെക്ടഡ് ആയിരുന്നു. അഗെയിൻസ്റ്റ് ബാർസലോണ ഒരു ബിഗ് മാച്ചിന് മുമ്പ് നെക്സ്റ്റ് റൗണ്ടിലൂടെ നാപ്പോളിക്ക് കിടക്കണം. ടോപ്പ് 4 പറ്റുവാണെങ്കിൽ എത്തിപ്പിടിക്കണം. അതിനകത്ത് തന്നെ അണ്ടർ മസേരി ബാർസലോണായിട്ടായി പോകുന്ന റിസ്കി ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും മേ ബി ഒരു ന്യൂ മാനേജീരിയൽ ബൗൺസ് പെട്ടെന്ന് വരുമ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിന് നാപ്പോളി എൻവയോൺമെന്റുമായിട്ട് പരിചയമുണ്ട്. അസിസ്റ്റന്റ് കോച്ചായിട്ട് 4 വർഷം നിന്നതുമാണ്. ഹി നോസ് ദാറ്റ് എൻവയോൺമെന്റ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടുന്ന് നേരെ നമ്മൾ ബയൺ മ്യൂണിക്കിന്റെ അപ്ഡേറ്റ്സ് ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ബയൺ മ്യൂണിക്കുമായിട്ട് ലിങ്ക് ചെയ്ത് 3 കോച്ചുകളുടെ പേര് ഇപ്പം കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അവർ സിദ്ധാനെയും സാവി അലോൺസോനെയും ഒരു ലോങ് ടൈം റീപ്ലേസ്മെന്റ് എന്ന നിലയിൽ ഒരു പെർമനന്റ് കോച്ച് എന്ന നിലയിൽ അപ്രോച്ച് ചെയ്തായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സാബി അലോൺസോ ആണ് അവരുടെ ഫേവറേറ്റ് ടു ടേക്ക് ഓവർ ഫ്രം ടുച്ചൽ. പക്ഷേ കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സാബി അലോൺസോ അറ്റ് ദിസ് മൊമെന്റ് ബയൺ ലെവർകൂസൻ ജോബ് വിടാനായിട്ടും അഥവാ ലെവർകൂസന്റെ ഒരു കോച്ചായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടും പാടുമായിരിക്കും. കൂടാതെ ലിവർപൂൾ ജോബിലാണ് പുള്ളിക്ക് ബയൺ മ്യൂണിക് ജോബിനേക്കാളും ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുന്നു. സ്വൈൻസ്റ്റാഗർ ആണെങ്കിലും നമ്മൾ കേട്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മറ്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രീം ജോബാണ് ലിവർപൂള്. പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ലിവർപൂള് വിളിക്കുകയാണെങ്കിൽ വേറെ ഏത് റോൾ ഓഫേഴ്സ് ഉണ്ടെങ്കിലും പുള്ളി ലിവർപൂൾ ഏറ്റെടുക്കുന്ന രീതിയിൽ ഷൈൻസ്റ്റാഗർ പറഞ്ഞു. ലിവർപൂളിന്റെ ഓഫറും പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ് കേൾക്കുന്നത്. അഥവാ പുള്ളി ലെവർകൂസൻ വിടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബയൺ മ്യൂണിക്കിനേക്കാളും ചാൻസ് ലിവർപൂളിലാണ്. ബയൺ മ്യൂണിക്ക് അതിൽ അവയറാന്ന് തോന്നുന്നു. ബട്ട് ദേ ആർ ട്രൈ. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ ബയൺ മ്യൂണിക്ക്, റയൽ മാഡ്രിഡ്, ലിവർപൂൾ ഈ 3 ക്ലബ്ബുകൾക്കും എങ്ങാണ്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ടെന്ന് റൂമറുകളുണ്ട്. അത് പിന്നീട് വന്ന് സാബി അലോൺസോയും ലെവർകൂസനും ഒക്കെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തള്ളിയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെന്ന് സ്ട്രോങ് റിപ്പോർട്ട്സ് ഉണ്ട്. മേ ബി പോസിബിൾ ആയിരിക്കാം. പക്ഷെ എന്തായാലും ലിവർപൂൾ ഓഫർ ഉണ്ടെങ്കിൽ ബയൺ മ്യൂണിക്കിനേക്കാളും സാധ്യത പുള്ളി ലിവർപൂൾ എടുക്കാനാണ് കാണുന്നത്. അവിടുന്ന് നേരെ മറ്റൊരു പ്ലെയർ സിനദീൻ സിദാനാണ്. സ്കൈ ജർമ്മനിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനദീൻ സിദാന് വേണ്ടി അവർ അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. ബട്ട് സിദാൻ ഈസ് നോട്ട് കീൻ ഓൺ ടേക്കിംഗ് ദ ജോബ് എന്ന് കേൾക്കുന്നു. സിദാന്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ആള് നമുക്കറിയാം ഫ്രാൻസ് നാഷണൽ ടീം ജോബ് ഈ വേൾഡ് കപ്പിന് ശേഷം ഏറ്റെടുക്കുക എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വീണ്ടും നെക്സ്റ്റ് വേൾഡ് കപ്പ് വരെ നമ്മൾ നോക്കാനായിട്ടാണ് ഡെഷംസ് എക്സ്റ്റെൻഡ് ചെയ്തു. ആള് യുവന്റസ് ജോബ് ഏറ്റെടുക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടു. ബട്ട് അലഗ്രീനെ സാക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ട്സ് ഇല്ലാത്തതിനാൽ തന്നെ പുള്ളിയാണെങ്കിൽ യുവന്റസിന് പുള്ളിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനകത്ത് തന്നെ പുള്ളി ഇപ്പോഴും ഫ്രീ ആണ്. പുള്ളിനെ പല പ്രീമിയർ ലീഗ് വമ്പൻ ക്ലബ്ബുകളും സമീപിച്ചാണ്. ബട്ട് പുള്ളിയെല്ലാം റിജക്ട് ചെയ്തു.
ഈസ് എ മാൻ വിത്ത് ഫിലോസഫീസ് എന്നാണ് പറയുന്നത്. സോ പുള്ളിയുടെ ക്ലോസ് ആയിട്ട് സോഴ്സുകളെല്ലാം പറയുന്നത് ഈസ് എ മാൻ വിത്ത് ഫിലോസഫീസ്. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്ലബ്ബുകൾ, പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോബ് മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ. അല്ലാതെ പൈസയ്ക്കോ അല്ലാതെ റെപ്യൂട്ടേഷനോ ഒന്നും പുള്ളി പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ക്ലോസ് ആയിട്ട് സോഴ്സുകൾ പറയുന്നത്. സോ ബയൺ മ്യൂണിക് പ്രപ്പോസൽ ചെന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം പുള്ളി ഏറ്റെടുക്കുമല്ലെന്ന്. ബട്ട് കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതും ഒട്ടും സാധ്യത കാണുന്നില്ല. ഫസ്റ്റ് ലാംഗ്വേജ് ബാരിയർ, രണ്ട് പുള്ളി കീനല്ല. പുള്ളി ബയൺ മ്യൂണിക് ജോബ് ഏറ്റെടുക്കാനായിട്ട് പുള്ളിയുടെ പ്ലാൻസിൽ ഇപ്പൊ ഇല്ല എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന്. എന്തായാലും ബയൺ സാബി അലോൺസോനെയും സിദാനെ നോക്കുന്നുണ്ട് പെർമനന്റ് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പുറത്ത് മറ്റൊരു കാര്യം കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഒലെ ഗണ്ണർ സോൾസ്ജറിനെ ബയൺ മ്യൂണിക്ക് നോക്കുന്നതായിട്ടും സ്കൈ ജർമ്മനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സീസൺ എൻഡ് വരെ തൽക്കാലത്തേക്ക് കോച്ചിങ് ജോബ് എന്ന നിലയിൽ തോമസ് ട്വിച്ചറിനെ മാറ്റുവാണെങ്കിൽ സോൾസ്ജറിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇപ്പോഴും അവര് തോമസ് ട്വിച്ചറുമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ബയൺ മ്യൂണിക്കിന്റെ പ്ലാൻ. സോ നമുക്കറിയാം ദേ വിൽ ലുക്ക് റിയലി ബാഡ് ഇഫ് ദിസ് തിങ് ഗോസ് റോങ്. നാഗൽസ്മാനെ സാക്ക് ചെയ്തിട്ട് തോമസ് ട്വിച്ചറെ കൊണ്ടുവന്ന് ടീം ഡൗൺഗ്രേഡ് ആക്കി. സോ അനാവശ്യ സമയത്താണ് കഴിഞ്ഞ വർഷം നാഗൽസ്മാനെ സാക്ക് ചെയ്തത്. സോ അതിനകത്ത് തന്നെ ഈ അറ്റ് ദിസ് മൊമെന്റ് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്കിന് എങ്ങനെയും ആ ഒരു തെറ്റ് തിരുത്തണം. പക്ഷെ ഇപ്പം തോമസ് ട്വിച്ചറിനെ സാക്ക് ചെയ്താൽ വരാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു കോമഡി ആവും. ഒരു നാഗൽസ്മാനെ സാക്ക് ചെയ്ത് കൊണ്ടുവന്നു, നേരെ ഡൗൺഗ്രേഡ് ചെയ്തു. റിയലി ഒരു കോമഡി സിറ്റുവേഷൻ ആണ് അവിടെ ബയൺ ഇപ്പം ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ. പക്ഷെ അവരാ റെക്ടിഫൈ ചെയ്യാനായിട്ട് മറ്റുമൊക്കെ ഒരു ഇന്ത്യൻ കോച്ചായിട്ട് സോൾസ്ജറിനെ സീസൺ എൻഡ് വരെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കേൾക്കുന്നതായിട്ട് സ്കൈ ജർമ്മനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പുള്ളിയുടെ എന്നാ പറയാ പുള്ളിനെ സമീപിച്ചൊന്നും സോ മേ ബി പെർമനന്റ് സൊല്യൂഷൻ അല്ല, ആസ് ആൻ ഇന്ത്യൻ കോച്ച് ബൈ ദ എൻഡ് ഓഫ് ദിസ് സീസൺ. ആൻഡ് സോൾസ്ജർ ഇൻട്രസ്റ്റഡ് ആണ് ആ റോള് ടേക്ക് ചെയ്യാനെന്നുമാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്ക് നോക്കാം. എന്തായാലും ഈ നെക്സ്റ്റ് വീക്ക് RB ലൈപ്സിഗിന് അഗേൻസ്റ്റ് മാച്ചാണ്. അതിൽ വല്ലതും തോറ്റാൽ സോൾസ്ജർ ട്വിച്ചർ ഉറപ്പായിട്ടും പ്രഷറിലായിരിക്കും. കൂടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ലാസിയോക്ക് അഗേൻസ്റ്റ് അടുത്ത റൗണ്ടിൽ അലിയാൻസ് അറീനയിൽ എങ്ങനെയും ജയിച്ച് കടക്കാനായിട്ട് നെക്സ്റ്റ് റൗണ്ടിലോട്ട് കടന്നില്ലെങ്കിൽ 100% ഷുവർ ആണ് തോമസ് ട്വിച്ചർ വിൽ ബി സാക്ക്. ആൻഡ് നെക്സ്റ്റ് വീക്കിൽ RB ലൈപ്സിഗ് ലാസിയോ, രണ്ട് ക്രൂഷ്യൽ മാച്ചുകൾ. ലാസിയോ നെക്സ്റ്റ് വീക്കില്ല, അതിനുശേഷമാണ് വരുന്നത്. ബട്ട് നെക്സ്റ്റ് വീക്കിൽ മേ ബി ലീഗിൽ RB ലൈപ്സിഗിന് അഗേൻസ്റ്റ് തോറ്റാലും പുള്ളിയുടെ ജോലി ചെറിക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബട്ട് ലാസിയോക്ക് അഗേൻസ്റ്റ് വല്ല നോക്കൗട്ട് ആയാലും ഗ്യാരണ്ടീഡ് ആയിട്ട് ഹി വിൽ ബി റീപ്ലേസ്. എന്തായാലും നോക്കാം. എന്തായാലും നെക്സ്റ്റ് RB ലൈപ്സിഗ് ഫിക്സർ ക്രൂഷ്യൽ ആണ്. ആൻഡ് കണ്ടിടത്തോളം സാബി അലോൺസോ, സിദാൻ രണ്ടുപേരും ഇപ്പൊ അടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നില്ല. പ്രപ്പോസൽ വിട്ടെങ്കിലും രണ്ടുപേരും ബയൺ മ്യൂണിക് ജോബ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ സ്ട്രോങ് റിപ്പോർട്ടുകൾ കാണുന്നില്ല. ഇൻട്രസ്റ്റഡ് ആണെന്നും റിപ്പോർട്ടുകൾ കാണുന്നില്ല. ബട്ട് ബയൺ മ്യൂണിക് രണ്ടുപേരിലും ഇൻട്രസ്റ്റഡ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് സാബി അലോൺസോ ആണ്. ആൻഡ് എന്തെങ്കിലും കാരണവശാൽ ട്വിച്ചറിൽ സാക്ക് ആവുകയാണെങ്കിൽ ഒലെ ഗണ്ണർ സോൾസ്ജർ ആയിരിക്കും ഇന്ററിം കോച്ചായിട്ട് വരിക എന്നും റിപ്പോർട്ടുകൾ സ്ട്രോങ് ആണ്. സോൾസ്ജർ ഈസ് റെഡി ടു ടേക്ക് ദാറ്റ് ഇന്ററിം കോച്ച് റോൾ എന്നും കേൾക്കുന്നുണ്ട്. സോ ഈ വീക്കിലെ RB ലൈപ്സിഗ്, ഈ വീക്കെൻഡിലെ RB ലൈപ്സിഗ് ഫിക്സർ ഇസ് ക്രൂഷ്യൽ. എന്തായാലും ബയൺ ഫാൻസും കൂടാതെ മറ്റെല്ലാ ഫാൻസും ഈഗർലി നോക്കി നിൽക്കുന്ന ഒരു ഫിക്സർ ആയിരിക്കും മിക്കവാറും ബയൺ വേഴ്സസ് RB ലൈപ്സിഗ്. അതിൽ മിക്കവാറും തോമസ് ട്വിച്ചറുടെ ലാസ്റ്റ് മാച്ച് ബയൺ മ്യൂണിക് കോച്ച് ആകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.